കുസാറ്റിൻ്റെ 2024 വർഷത്തേക്കുള്ള ബി.ടെക് പ്രോഗ്രാമുകളുടെ ഓപ്ഷൻ രജിസ്ട്രേഷനും മാർക്ക് എൻട്രിയും NCL പോലുള്ള ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാനുമുള്ള ഫെസിലിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണിത്. അതിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കുസാറ്റിൻ്റെ ബി.ടെക് പ്രോഗ്രാമെല്ലാം CAT എക്സാമിൻ്റെ ബേസിലുള്ള റാങ്ക് ലിസ്റ്റിൻ്റെ ബേസിലായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി കുട്ടികൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ റാങ്ക് ലിസ്റ്റിൽ പെട്ടിട്ടുള്ള കുട്ടികളൊക്കെ തന്നെ ഈ ബി.ടെക് പ്രോഗ്രാമിന് ഓപ്ഷൻ കൊടുക്കുകയും അതോടൊപ്പം തന്നെ ക്വാളിഫയിങ് എക്സാമിനേഷൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്യുകയും ചെയ്യണം. അതായത് ഹയർ സെക്കൻഡറി മാർക്ക് അപ്ലോഡ് ചെയ്യണം. അത് ചെയ്യാത്ത കുട്ടികളെ ഈ പ്രോഗ്രാമിന് പരിഗണിക്കില്ല. അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ ഹയർ സെക്കൻഡറിയുടെ മാർക്ക് അപ്ലോഡ് ചെയ്യണം. അതേപോലെ ബി.ടെക് പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് അവരുടെ NCL സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള സമയവുമുണ്ട്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ മോഡിഫൈ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെയുള്ള അവസരം ഉണ്ടാവും. എപ്പോൾ വരെ? ഈ ലാസ്റ്റ് ഡേറ്റ് വരെ, ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ മോഡിഫൈ ചെയ്യുകയോ എഡിറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അത് കഴിഞ്ഞാൽ കൗൺസിലിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എഡിറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. അതേപോലെ അലോട്ട്മെൻറ്റ് സംബന്ധമായ കാര്യങ്ങളൊക്കെ കുട്ടികളുടെ ഹോം പേജിൽ കിട്ടും, കാൻഡിഡേറ്റ് പോർട്ടലിൽ കിട്ടും. അതല്ലാതെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഒരു ഫോണിൽ മെസ്സേജോ മെയിലിൽ മെസ്സേജോ വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടൽ റെഗുലർലി ചെക്ക് ചെയ്യുകയും വേണം. ഈ ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള ലാസ്റ്റ് സമയമെന്ന് പറയുന്നത് ജൂൺ 25 രാത്രി 12 മണി വരെയാണ്. ഇതിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷനും ബാക്കി പ്രൊസീജിയറും കംപ്ലീറ്റ് ചെയ്യണം. ഇനി എങ്ങനെയാണ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത്? അപ്പോൾ കുട്ടിക്ക് കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറി കുട്ടിയുടെ NCL അപ്ലോഡ് ചെയ്യാം, ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം, മാർക്കും എൻ്റർ ചെയ്യാം. അപ്പോൾ ഈ കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കുട്ടിക്കുണ്ടാവണം ഓപ്ഷൻ കൊടുക്കാൻ. ഈ കോഴ്സിൻ്റെ ലിസ്റ്റ് ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ കാണിക്കാം. ഇനി അതേപോലെ നിങ്ങളുടെ ഐഡിയും പാസ്വേഡും നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിങ്ങളുടെ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് എൻ്റർ ചെയ്യുക. എന്നിട്ടാണ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടത്. അതിൽ മാർക്ക് എൻട്രി എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ മാർക്ക് എൻട്രി ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ 12th മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് +1ൻ്റെയും +2ൻ്റെയും മാർക്ക് അവൈലബിൾ ആണെങ്കിൽ കമ്പൈൻഡ് മാർക്സ് +1ഉം +2ഉം ചേർത്തുള്ള കമ്പൈൻഡ് മാർക്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി +2 മാത്രമാണുള്ളതെങ്കിൽ +2 മാത്രവും ചെയ്യാം. ഇപ്പോൾ +2 മാത്രം മാർക്ക് ലിസ്റ്റ് ഉള്ള കുട്ടികൾക്ക് +2 ചെയ്യാം. രണ്ടും ചേർത്ത് കമ്പൈൻഡ് മാർക്ക് ലിസ്റ്റ് ഉള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഇനി മാർക്ക് സബ്മിറ്റ് ചെയ്തതിന് ശേഷം കുട്ടിക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിൽ മാർക്ക് എൻ്റർ ചെയ്തതിന് ശേഷം ഓപ്ഷൻസ് എന്നുള്ളൊരു ടാബ് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ട് എത്ര ഓപ്ഷൻ വേണമെങ്കിലും കൊടുക്കാം. അതിന് ലിമിറ്റ് ഒന്നുമില്ല, എത്ര ഓപ്ഷൻ വേണമെങ്കിലും കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാഞ്ചും കാറ്റഗറിയും ഒക്കെ നിങ്ങൾക്ക് അതിൽ കൊടുക്കാം. അതിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ് മെറിറ്റിൻ്റെ സീറ്റ്, അതായത് കേരളൈറ്റിന് മാത്രം കൊടുക്കുന്ന സ്റ്റേറ്റ് മെറിറ്റിൻ്റെ സീറ്റ് കമ്പാരിറ്റീവ്ലി ഓൾ ഇന്ത്യ മെറിറ്റ് സീറ്റിനെ കഴിഞ്ഞും കുറവായിരിക്കും എന്നുള്ളത് ഓർക്കുക. ഫീസിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ ഓൾറെഡി കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്തിരുന്നു. ഇനി NRI കാൻഡിഡേറ്റ്സ് അറ്റ്ലീസ്റ്റ് ഒരു NRI ഓപ്ഷനെങ്കിലും ചൂസ് ചെയ്തിരിക്കണം രജിസ്ട്രേഷൻ്റെ സമയത്ത്. അതേപോലെ സ്പെഷ്യൽ റിസർവേഷൻ, അതായത് ഗൾഫ് വർക്കേഴ്സിൻ്റെ മക്കൾ, അതേപോലെ കുസാറ്റ് സ്റ്റാഫിൻ്റെ മക്കൾ, ഡിഫറൻ്റ്ലി ഏബിൾഡ് ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ, അവരൊക്കെ ഏതെങ്കിലും ഒരു ഓൾ ഇന്ത്യ മെറിറ്റ് ഓപ്ഷനെങ്കിലും കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ചോയ്സ് ബോക്സ് ഉണ്ടാവും, അതിൽ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നിന്ന് നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ആഡ് ന്യൂ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. ഇനി നിങ്ങൾക്കത് ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ബട്ടൺ ഉപയോഗിക്കാം. അതുപോലെ നിങ്ങൾക്ക് അതിൽ മേലേക്കും താഴേക്കും ഒക്കെ ഇത് റീഅറേഞ്ച് ചെയ്യാം, മൂവ് അപ്പും മൂവ് ഡൗണും ഒക്കെ ചെയ്യാം. അങ്ങനെ ഓർഡറും നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാം. ഇതെല്ലാം ചെയ്ത് ക്ലിയർ ആണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പായാൽ സബ്മിറ്റ് ബട്ടൺ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പ്രിവ്യൂ കാണാം. ഇനി പ്രിവ്യൂ കണ്ടതിന് ശേഷം നിങ്ങൾ കൺഫേം കൊടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ ഫൈനലൈസ് ചെയ്യാം. ഇനി പ്രിവ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൽ എഡിറ്റ് ഉണ്ടെന്ന് തോന്നിയാൽ ബാക്ക് ബട്ടൺ കൊടുത്ത് തിരിച്ചു പോയി എഡിറ്റും ചെയ്യാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ മോഡിഫൈ ചെയ്യാൻ പറ്റും എന്നുവരെ ഈ ലാസ്റ്റ് ഡേറ്റ് വരെ നിങ്ങൾക്ക്, അതായത് രജിസ്ട്രേഷൻ ലാസ്റ്റ് ഡേറ്റ് വരെ നിങ്ങൾക്ക് ഓപ്ഷനിൽ മോഡിഫിക്കേഷൻ വരുത്താം. ഇനി ഓപ്ഷൻ രജിസ്ട്രേഷൻ പ്രൊസീജിയർ ക്ലോസ് ആയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൺഫർമേഷൻ പേജും എടുക്കാം. ഈ ലാസ്റ്റ് ഡേറ്റിന് ശേഷമുള്ള ഒരു മോഡിഫിക്കേഷനും പെർമിറ്റ് ചെയ്യില്ല. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ഇൻസ്ട്രക്ഷൻസ് നോക്കുക. 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഒന്ന്, നിങ്ങൾക്ക് NCL പോലുള്ള ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാനുള്ള സമയമുണ്ട്. നിങ്ങളുടെ മാർക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് അപ്ലോഡ് ചെയ്യണം. നിങ്ങളുടെ ഓപ്ഷൻസും നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം. അത് സബ്മിറ്റ് ചെയ്യുകയും വേണം. ഈ 3 കാര്യങ്ങൾ ചെയ്യണം. ഇനി കോഴ്സസ് ഏതൊക്കെയാണ്? കോഴ്സസ് നോക്കുക. സിവിൽ എഞ്ചിനീയറിംഗിൽ
ബിടെക് സിഇ സ്റ്റേറ്റ് മെറിറ്റിൽ തൃക്കാക്കര ക്യാമ്പസ്, സ്റ്റേറ്റ് മെറിറ്റിൽ കുട്ടനാട് ക്യാമ്പസ്, ഓൾ ഇന്ത്യ മെറിറ്റിൽ തൃക്കാക്കര, ഓൾ ഇന്ത്യ മെറിറ്റിൽ കുട്ടനാട്, NRIയിൽ തൃക്കാക്കര, NRIയിൽ കുട്ടനാട്. അപ്പം ഞാനിതെല്ലാം വായിക്കുന്നില്ല, നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ നോക്കിയാൽ കാണാം. അതേപോലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൻ്റെ ലിസ്റ്റും ഇവിടെ കാണാം. അതുപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഇത്രയും ക്യാമ്പസ്, ഈ 2 ക്യാമ്പസിൽ ഓൾ ഇന്ത്യ മെറിറ്റ് ഉണ്ട്, സ്റ്റേറ്റ് മെറിറ്റ് ഉണ്ട്, NRI ഉണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ നോക്കിയാലും ഇതേപോലെ തന്നെ സ്റ്റേറ്റ് മെറിറ്റ്, ഓൾ ഇന്ത്യ മെറിറ്റ്, NRI 2 ക്യാമ്പസിലും ഉണ്ടാവും. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റേറ്റ് മെറിറ്റിൽ തൃക്കാക്കര ക്യാമ്പസ് ഉണ്ട്, ഓൾ ഇന്ത്യ മെറിറ്റിലും തൃക്കാക്കര ക്യാമ്പസ്, NRIയിലും. ഇതിൽ കുട്ടനാടില്ല, തൃക്കാക്കര മാത്രം. ഇൻഫർമേഷൻ ടെക്നോളജി നോക്കുക, ഈ 2 ക്യാമ്പസിലായിട്ട് ഏതൊക്കെ സീറ്റുകൾ അല്ലെങ്കിൽ ഏതൊക്കെ കാറ്റഗറിയിൽ സീറ്റ് ഉണ്ടെന്ന് നോക്കുക. സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് തൃക്കാക്കര ക്യാമ്പസിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് തൃക്കാക്കര ക്യാമ്പസിൽ മാത്രമേ ഉള്ളൂ. പോളിമർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് തൃക്കാക്കര ക്യാമ്പസ് മാത്രം. നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് തൃക്കാക്കര ക്യാമ്പസിൽ NRIയും ഉണ്ട്, നോർമലും ഉണ്ട്. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് അതിൽ ചെയ്യേണ്ട കാര്യങ്ങളും കോഴ്സ് ഡീറ്റെയിലും ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഞാൻ ഈ പറഞ്ഞ ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക. ഇതിൽ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇതിൻ്റെ എൻഡിലുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.